ഒരു ചുരിദാർ അയക്കുന്ന വീഡിയോ ഇട്ട് ഞാൻ ആ വഴി മുങ്ങി നിർത്തിയില്ലേ, ഞാൻ അങ്ങനെ ചെയ്യൂ. അപ്പോൾ ഇതിൻ്റെ പോക്കറ്റ് എങ്ങനെയാണ് വെച്ചെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ റൈറ്റ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. കഷ്ടത്തിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഭാഗമൊക്കെ ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്. മുകൾ ഭാഗത്തു നിന്ന് ഒരു 15 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ പോക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം പോക്കറ്റിൻ്റെ ഓപ്പൺ ഭാഗം 6.5 ഇഞ്ചിലിവിടെ ഞാനിവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. 14x8 എന്നുള്ള മെഷർമെൻറ്റിൽ 2 തുണിക്കഷ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ തുണിമേൽ 1 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തതിന് ശേഷം 6.5 ഇഞ്ച് നമ്മൾ പോക്കറ്റിൻ്റെ ഓപ്പണിങ് കൊടുത്തിട്ടില്ലേ, അതും കൂടി ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനൊരു ഷേപ്പിൽ വരച്ചെടുക്കുക. പിന്നെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഭാഗത്തിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഈ 1/2 ഇഞ്ചാണ് പോക്കറ്റിൻ്റെ സീം അലവൻസ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ആ പോക്കറ്റിൻ്റെ ഷേപ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചുരിദാറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചുരിദാർ ചിലപ്പോൾ കട്ടായിപ്പോൾ. എന്നിട്ട് പോക്കറ്റ് വെക്കേണ്ട ആ 1/2 ഇഞ്ചിൽ ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ. 2 സൈഡിൽ ലൈൻ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഷേപ്പ് ഉള്ളിടത്ത് കൊണ്ടിട്ട് ലൈൻ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഈ പോക്കറ്റ് വെച്ച് കൊടുക്കുക. ഈ ക്ലോത്ത് വെക്കണതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ. നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ടാണ് വെക്കണത്. അത് ചുരിദാറിൻ്റെ വശങ്ങളായാലും പോക്കറ്റിൻ്റെ വശങ്ങളാണെങ്കിലും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആണ്. നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മൾ ചുരിദാറുമ്പോൾ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തില്ല, ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഈ പോക്കറ്റ് അടിച്ച് കറക്റ്റാക്കി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഞാനിവിടെ മറിച്ചിട്ടിട്ടല്ല കേട്ടോ പോക്കറ്റ് വെക്കണത്, നേരെ തന്നെയാണ് വെക്കണത്. ഇത് കാണുമ്പോൾ ചിലരെങ്കിലും പറയും നമുക്ക് വേണമെങ്കിൽ ഇത് പോക്കറ്റ് ഉള്ളിലടിപ്പ് വന്ന രൂപത്തിൽ ചെയ്യാം. ശരിയാണ്, അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നൊരു കാര്യമുണ്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ നേരത്തെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല, ആ ഭാഗത്തേക്ക് കൂടി അടിച്ച് ഇതേപോലെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ക്ലോത്ത് ചെയ്യണതും ഇതേപോലെ ചുരിദാർ തയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണം തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്തല്ലോ തോന്നണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനിത് വേസ്റ്റ് ക്ലോത്തിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. അന്ന് അമ്പലത്തിൽ പോകാനുള്ള തിരക്കിൽ ഞാൻ ഇങ്ങനെ തയ്ച്ചുകൊണ്ടാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് കിട്ടിയാനേ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇതേപോലെ ഒന്ന് അടിച്ച് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സാധാരണ ലൈനിങ് സെപ്പറേറ്റ് അടിക്കണം, മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് അടിക്കണം, അങ്ങനെയാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യണത്. മുകൾ ഭാഗം വരെ നമ്മൾ ഒരുമിച്ച് അടിക്കും. അതിനുശേഷം താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് അടിക്കാം കേട്ടോ. മുകളിൽ നിന്ന് അടിക്കുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഭാഗം വിട്ടതിന് ശേഷമൊക്കെയാണ് അടിച്ചേക്കണത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് വന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പോക്കറ്റ് ഉള്ളിലേക്ക് കയറിയിരിക്കണ പോലെ ഇരുന്നോളും. അത് മുകളിൽ നിന്ന് അടിച്ച് നമ്മുടെ താഴ്ഭാഗം വരെ വരുന്ന വരെ നമ്മൾ ഇതേപോലെ ഒന്ന് ശ്രദ്ധിക്കണം. ആ പോക്കറ്റ് നേരെയാണ് ഇരിക്കുന്നത്, ആ റേഞ്ച് വിട്ടേക്കണതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണെന്ന് നോക്കണം. അതിനുശേഷം താഴ്ഭാഗം ഇതേപോലെ എടുത്തിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് വെച്ചിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോഴും അവിടെ ഒരു 1/2 ഇഞ്ച് ഭാഗം നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു, ആ ഭാഗത്തേക്കൂടി തന്നെ നമ്മൾ സ്റ്റിച്ച് പോകുന്നത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലൈനിങ് ഇതേപോലെ തന്നെ ഒരുമിച്ചെടുത്തതിന് ശേഷം ലൈനിങ് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈനിങ് ചെയ്യുമ്പോൾ നമുക്ക് പോക്കറ്റിൻ്റെ കാര്യങ്ങളൊന്നും അവിടെ വരുമൊന്നുമില്ല. അത് സെപ്പറേറ്റ് തുമ്പത്തെ കൂടി തന്നെ അടച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മെയിൻ ക്ലോത്ത് അടിക്കുമ്പോൾ പോക്കറ്റിൻ്റെ 2 ഭാഗവും ഉള്ളിലേക്ക് പോകാനായിട്ട് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതെ, പോക്കറ്റ് ഇവിടെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പോക്കറ്റിൻ്റെ വലിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പേഴ്സ് അങ്ങനെ തന്നെ നമുക്ക് ഈ പോക്കറ്റിലേക്ക് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇൻസ്പയർഡ് ബൈ ഷാലിമ.